നമ്മുടെ ലൈഫിൽ കംഫർട്ട് സോൺ ചൂസ് ചെയ്തിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലൊന്നാമത്തെ കാര്യം, നമുക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കംഫർട്ടിനനുസരിച്ചുള്ള ഒരു ജീവിതശൈലിയാണ് ജീവിച്ച് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം റിസ്ക് എടുത്ത് ചെയ്യാനോ നമ്മൾ ഒരിക്കലും റെഡി ആവില്ല. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിച്ച് പോവുകയായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് ഫിയർ കൂടുതലായിരിക്കും ഈ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടാവും ഉള്ളിൽ, പക്ഷെ അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തോറ്റു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പേടി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് കാലങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു റിഗ്രറ്റ് ഉണ്ടാവും. അന്ന് എനിക്ക് അത് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ ഗ്രോ ചെയ്യുന്നതും അതുപോലെ നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ വലിയ നിലയിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അന്ന് എനിക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാനും ആ ഒരു നിലയിൽ എത്തിയേനെ, നല്ല രീതിയിൽ ഗ്രോ ചെയ്തേനെ എന്നുള്ളൊരു റിഗ്രറ്റ് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ടൈം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആവുക. നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കില്ല. സോ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.